രാഷ്ട്രീയ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ വിധി റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണിക്കുന്നത് ഹൈക്കോടതി 2 മാസത്തേക്ക് മാറ്റി. കോടതി വിധി രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സർക്കാർ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ജുഡീഷ്യറിയെ മാനിക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒപ്പം കോടതിയുടെ ഓരോ പരാമർശങ്ങൾക്കും മറുപടി പറയണമോ എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ചോദിച്ചു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലാബിൽ വെച്ച ഒരു രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഹൈക്കോടതിയെ ഉപയോഗിക്കാം എന്ന ദുഷ്ടലാക്കായിരുന്നു UDF സർക്കാരിന്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ വഴിവിട്ട ഇടപെടലിന് ആണിന്ന് ഹൈക്കോടതി നിരീക്ഷണം ഇന്ന് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കോടതിയുടെ ഓരോ പരാമർശവും തിരിച്ചടിയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജുഡീഷ്യറിയെ മാനിക്കും. ജുഡീഷ്യറിയുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും മാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് UDF ഗവൺമെൻറ്. അനുകൂല വിധി വരുമ്പം സിന്ദാബാദും എതിര് വരുമ്പം തിരിച്ചുള്ള നിലപാട് സ്വീകരിക്കത്തില്ല. കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ KM മാണി PJ ജോസഫ് കൂടിക്കാഴ്ച തിരുവനന്തപുരത്തുണ്ടായി. കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റുകൾക്ക് പുറമെ 2 സീറ്റുകൾ കൂടി PJ ജോസഫ് ആവശ്യപ്പെട്ടു. രാവിലെ KM മാണിയെ നേരിൽ കണ്ട് കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് PJ ജോസഫ് അറിയിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റിനോടൊപ്പം 2 സീറ്റുകൾ കൂടി വേണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. അതേസമയം ജോസഫുമായുള്ള പ്രശ്നങ്ങൾ പിളർപ്പിലേക്ക് നയിക്കില്ലെന്ന് മാണി പ്രതികരിച്ചു. പ്രശ്നങ്ങൾ ഇപ്പോഴും ഇല്ലേ? പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഭിന്നിപ്പെന്നുള്ള അർത്ഥമല്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പല സീറ്റ് ഡിസ്കഷൻ പ്രശ്നമില്ലേ? നമ്മൾ ചോദിക്കുന്ന സീറ്റെല്ലാം കിട്ടുമോ? എന്നാൽ ചില സീറ്റുകൾ കിട്ടാതെ നമ്മൾ സമ്മതിക്കുമോ? അതുമില്ല. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ജോർജിന് പൂഞ്ഞാറും ആന്റണി രാജുവിന് തെക്കൻ മേഖലയിൽ ഒരു സീറ്റും വേണമെന്നതാണ് ജോസഫിന്റെ നിലപാട്. KM മാണി ഇത് അംഗീകരിച്ചില്ലെങ്കിൽ UDF-ൽ പ്രത്യേക ഘടകകക്ഷിയായി നിൽക്കുക, അതല്ലെങ്കിൽ മുന്നണി വിടുകയെന്ന അഭിപ്രായമാണ് ജോസഫ് വിഭാഗത്തിലെ മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഇതിനിടെ ക്ലിഫ് ഹൗസിൽ ഇന്ന് നടക്കാനിരുന്ന UDF യോഗം മാറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതോടൊപ്പം തന്നെ UDF-ൽ രാജ്യസഭാ സീറ്റുകളിൽ ധാരണയായതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകളിൽ JDU-വും കോൺഗ്രസും മത്സരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യസഭാ സ്ഥാനാർത്ഥി ആരെന്ന് പാർലമെന്ററി പാർട്ടി തീരുമാനിക്കുമെന്ന് MP വീരേന്ദ്രകുമാർ പ്രതികരിച്ചു. കേരളത്തിൽ നിന്നുള്ള 3 മെമ്പർമാരെ തിരഞ്ഞെടുക്കാനുള്ള രാജ്യസഭ തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. UDF-ന് കിട്ടുന്ന 2 സീറ്റുകളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയനുസരിച്ച് ഒരു സീറ്റിൽ കോൺഗ്രസും 2ാമത്തെ സീറ്റിൽ JDU സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുവാനാണ് തീരുമാനം. ആദ്യത്തെ സീറ്റ് കോൺഗ്രസിനും 2ാമത്തെ സീറ്റ് JDU-വിനും തരണമെന്നാണ് UDF-ന് തീരുമാനം. JDU-വിനെ അംഗീകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് തീരുമാനിക്കുക പാർട്ടിയുടെ പാർലമെന്റ് റിപ്പോർട്ടാണ്. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം രാഷ്ട്രീയ ആധിപത്യത്തിന് മുന്നണികൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധവും തന്ത്രവുമായി പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ ഏതു തരത്തിലാണ് രാഷ്ട്രീയപരമായി തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നത്? അതിനു മുമ്പ് 2011-ൽ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ കണക്കാക്കിയാൽ 1,44,363 83.16% പേർ വോട്ട് രേഖപ്പെടുത്തി. 83.16% വോട്ട് രേഖപ്പെടുത്തിയ 2011-ൽ തളിപ്പറമ്പിൽ വിജയിയായത് ജെയിംസ് മാത്യു ആയിരുന്നു. CPIM 27,861 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ജെയിംസ് മാത്യു 2011-ൽ സ്വന്തമാക്കിയത്. 81,031 വോട്ടും. ജെയിംസ് മാത്യുവിനൊപ്പം മത്സരിച്ച 2011-ൽ തളിപ്പറമ്പിലെ ആ പ്രമുഖരെ കണക്കാക്കിയാൽ ജോബ് മൈക്കിൾ സ്വന്തമാക്കിയത് 53,170 വോട്ട്. BJP 6,492 വോട്ട് തളിപ്പറമ്പിൽ സ്വന്തമാക്കിയിരുന്നു. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011-ൽ കണക്കാക്കിയാൽ ജെയിംസ് മാത്യു CPIM 56.13%, ജോബ് മൈക്കിൾ 36.83%, BJP
4%-ലധികം വോട്ടും കെ ജയപ്രകാശിലൂടെ സ്വന്തമാക്കി. ഈ കണക്കുകൾ തളിപ്പറമ്പിൽ 2016 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തന്നെ വികസനമാണ് എല്ലാ മണ്ഡലങ്ങളെയും പോലെ തളിപ്പറമ്പിലെ മുഖ്യ വിഷയം. അതിനപ്പുറത്തേക്ക് തളിപ്പറമ്പിൻ്റെതായ രാഷ്ട്രീയവുമുണ്ട്. PV ജോഷ്ലയിലേക്ക്. യുവതലമുറയിലെ MLA നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചരിത്രത്തിൽ ഒരു തവണ മാത്രം നഷ്ടപ്പെട്ട മണ്ഡലം പിന്നീട് വൻ ഭൂരിപക്ഷത്തോടുകൂടി കൂടെ നിന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മലയോര ജനതയോടുള്ള അവഗണന, ഇതൊക്കെയാണ് മണ്ഡലത്തിലെ LDFന്റെ പ്രതീക്ഷകൾ. എന്നാൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെല്ലാം UDF ഗവൺമെന്റിന്റെ ആനുകൂല്യമാണെന്ന വാദത്തിലാണ് UDF. വികസനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയവും ചേർക്കുമ്പോഴാണ് തളിപ്പറമ്പിനെ ശ്രദ്ധേയമാവുക. രാഷ്ട്രീയ ആധിപത്യം ഒരു പാർട്ടി നേടുമ്പോൾ അല്ലെങ്കിൽ ഒരു മുന്നണി നേരിടുമ്പോൾ ആ ആധിപത്യത്തെ ഏതു തരത്തിൽ മറികടക്കാനാകും? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തളിപ്പറമ്പിൽ അതിന്റെ പരീക്ഷണവേദി കൂടി ആകും. പരിയാരം, കുറുമാത്തൂർ, ചപ്പാരപ്പടവ്, മലപ്പട്ടം, കുറ്റ്യാട്ടൂർ, മയ്യിൽ, കൊളച്ചേരി പഞ്ചായത്തുകളും ആന്തൂർ, തളിപ്പറമ്പ് നഗരസഭകളും ചേർന്നതാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. 2,55,825 ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ 1,27,273 പുരുഷന്മാരും 1,28,552 സ്ത്രീകളുമാണുള്ളത്. 1970 കോൺഗ്രസ് നേതാവ് CP ഗോവിന്ദൻ നമ്പ്യാർ മാത്രമാണ് മണ്ഡലത്തിൽ ജയിച്ചു കയറിയ ഏക കോൺഗ്രസ് നേതാവ്. മണ്ഡല രൂപീകരണത്തിനു ശേഷം 65-67 കാലഘട്ടത്തിൽ LDFലെ രാഘവ പൊതുവാളും 77 മണ്ഡലം തിരിച്ചുപിടിച്ചുകൊണ്ട് LDFലെ MV രാഘവനും 80-82 കാലഘട്ടത്തിൽ വിജയിച്ച CP മൂസാൻകുട്ടിയുമാണ് മണ്ഡലത്തിൽ വിജയിച്ച LDF നേതാക്കൾ. പിന്നീട് CP മൂസാൻകുട്ടി CMPയിലേക്ക് മാറി UDFൽ നിന്നും മത്സരരംഗത്തിറങ്ങിയതാണ് മണ്ഡലം കണ്ട ഏറ്റവും കനത്ത പോരാട്ടം. അന്നും LDFലെ KKN പരിയാരം 2000-ലധികം വോട്ടിന് മണ്ഡലം നിലനിർത്തി. തുടർന്ന് പാച്ചേനി കുഞ്ഞിരാമനും MV ഗോവിന്ദൻ മാസ്റ്ററും CKP പത്മനാഭനും ഏറ്റവും ഒടുവിൽ 27,861 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജെയിംസ് മാത്യുവും LDF MLA-മാരായി ജയിച്ചു കയറി. തളിപ്പറമ്പ് നഗരസഭയിൽ UDFനാണ് ഭൂരിപക്ഷം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF 11, UDF 22, BJP 1 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നിലവാരം. അള്ളാംകുളം, മുക്കോല, സെയ്ദ് നഗർ, ബദരിയ നഗർ, ഫാറൂഖ് നഗർ, മന്ന, കപ്പാലം തുടങ്ങി മുസ്ലിം ലീഗ് അനുകൂല പ്രദേശങ്ങളാണ് നഗരസഭയിലെ UDFന്റെ ഏക ആശ്വാസം. എന്നാൽ ലീഗിലെ തന്നെ ഭിന്നതകളും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പടിയും കാരണം 4 മാസമായി മുരടിച്ചുപോയ നഗരസഭാ പ്രവർത്തനങ്ങളിൽ അണികളും അസംതൃപ്തരാണ്. ഇത് തളിപ്പറമ്പ് നഗരസഭയിലെ വോട്ടർമാരെ ഏറെ സ്വാധീനിക്കുമെന്ന വിശ്വാസം LDFനുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിജയസാധ്യത ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തെക്കുറിച്ചാണെങ്കിൽ അത്തരമൊരു ചോദ്യത്തിന് പ്രസക്തി തന്നെയില്ല. കാരണം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഒരു 30,000 വോട്ടിൽ മേലെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. അതേസമയം പുതുതായി രൂപീകരിക്കപ്പെട്ട ആന്തൂർ നഗരസഭ LDFന്റെ പ്രതിപക്ഷമില്ലാത്ത നഗരസഭയായി മാറി. പരിയാരം, കുറുമാത്തൂർ, മലപ്പട്ടം, കുറ്റ്യാട്ടൂർ, മയ്യിൽ പഞ്ചായത്തുകളും LDF നേടി. കൊളച്ചേരി പഞ്ചായത്തിൽ മാത്രമാണ് UDF ഭരിക്കുന്നത്. നേരത്തെ UDF കോട്ടയായിരുന്ന ചപ്പാരപ്പടവിലും UDFന് അടിപതറി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇരു കക്ഷികളും സമനിലയിലെത്തി. യുവതലമുറയിലെ MLA നടത്തിയ മണ്ഡലത്തിലെ വികസന കൂട്ടായ്മയും പ്രതിപക്ഷ MLA എന്ന പരിധിയിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കിയ 275 കോടിയിലേറെ തുകയുടെ വികസന പദ്ധതികളും തന്നെയാവും അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന്റെ ആയുധം. പ്രതിപക്ഷ MLA നടത്തിയ വികസനം UDF സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാവും UDF നടത്തുന്നതും. കുറ്റ്യാട്ടൂര്, മയ്യൽ, ആന്തൂര്, കുറ്റ്യാടി വില്ലേജ്, ഈ വില്ലേജിലൊക്കെ ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇടതുപക്ഷ പ്രത്യേകിച്ച് CPM നൽകുകയാണെങ്കിൽ ഈ മണ്ഡലം ബലികരമല്ല. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ പ്രതിസന്ധികളും കൈത്തറി മേഖലകൾക്കേറ്റ തിരിച്ചടിയും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതുവരെ നടന്ന സോളാർ, ബാർ അഴിമതി ആരോപണങ്ങളും UDFന് വിനയാവും. പാലക്കാട് കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തിയാണ് LDF മുന്നേറുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വികസനം കോങ്ങാടിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായ പ്രത്യേകതകളും ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടും. 2016 അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾക്ക് മുമ്പ് 2011 കോങ്ങാട് നിയമസഭാ മണ്ഡലം ഏതു തരത്തിലായിരുന്നു? 73.02% പോളിംഗ്. 1,13,483 പേർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു 2011. ഈ പോളിംഗ് ശതമാനം നിലനിൽക്കെ കോങ്ങാട് വിജയിയായത് 2011 CPIM ആണ്. CPIMന്റെ സ്ഥാനാർത്ഥി KV വിജയദാസിന്റെ ഭൂരിപക്ഷം 3,565.
52,920 വോട്ടും CPIM 2011 കോങ്ങാട് സ്വന്തമാക്കിയിരുന്നു. വിജയദാസിനെ കൂടാതെ 2011 കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പ്രമുഖർ പി സ്വാമിനാഥൻ സ്വന്തമാക്കിയ വോട്ട് 49,355. BJP വി ദേവയാനിയിലൂടെ 8,467 വോട്ടും സ്വന്തമാക്കി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ 2011 കണക്കാക്കിയാൽ KV വിജയദാസ് CPIM-നായി 46.63% വോട്ട് സ്വന്തമാക്കിയപ്പോൾ വി സ്വാമിനാഥൻ 43.49% വോട്ട് സ്വന്തമാക്കിയത്. വി ദേവയാനിയിലൂടെ BJP 7.46% വോട്ട് സ്വന്തമാക്കി മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. ഈ കണക്കുകളിൽ നിന്ന് പാലക്കാടിന്റെ രാഷ്ട്രീയ സ്വഭാവം അത് ഏറ്റവും പ്രത്യേകമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വികസനത്തോടൊപ്പം രാഷ്ട്രീയവും ചേരുമ്പോഴാണ് ഓരോ തെരഞ്ഞെടുപ്പും അതിൻ്റെതായ വാശിയോടെ അർത്ഥതലങ്ങളിൽ പങ്കുവെക്കുന്നതും. AK ലതീഷിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ തിളക്കമാർന്ന വിജയം ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോങ്ങാട് മണ്ഡലത്തിലെ LDF നേതൃത്വം. ആകെയുള്ള 9 പഞ്ചായത്തിൽ 8ലും LDF ആണ് അധികാരത്തിൽ. തച്ചമ്പാറ പഞ്ചായത്തിൽ മാത്രമാണ് അധികാരത്തിലെത്താൻ കഴിഞ്ഞതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. 2011 നേടിയ ഭൂരിപക്ഷം അതോടൊപ്പം 2011 ശേഷം നടന്ന ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ജനസാന്നിധ്യം അവിടെ നിന്നുകൊണ്ട് 2016 എത്തുമ്പോൾ കോങ്ങാട് നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകതകളിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രാഷ്ട്രീയമായി കോങ്ങാട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ LDF-നായെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിനവർ അടിസ്ഥാനമാക്കുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിൽ നേടിയ മേൽക്കൈയാണ്. പാലക്കാട് ലോക്സഭയ്ക്ക് കീഴിൽ വരുന്ന കോങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ 14,000 വോട്ടിന് ഭൂരിപക്ഷം LDF നേടിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം മുന്നണിക്കുണ്ടായി. മുമ്പ് 5 ഗ്രാമപഞ്ചായത്തിലായിരുന്നു LDF ഭരണം. എന്നാൽ ഇപ്പോഴത് 8ആയി വർദ്ധിച്ചു. കരിമ്പ, കാഞ്ഞിരപ്പുഴ, കാരാക്കുറുശി, മങ്കര പഞ്ചായത്തുകൾ LDF പിടിച്ചെടുത്തു. മണ്ണൂർ, കോങ്ങാട്, കേരളശ്ശേരി, പറളി എന്നിവിടങ്ങളിൽ അധികാരം നിലനിർത്തി. വലിയ തിരിച്ചടി നേരിട്ട UDF-ന് ലഭിച്ചത് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്. ഇതവർ LDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് LDF നേതാക്കൾ പറയുന്നു. കൂടാതെ മണ്ഡലത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. UDF-നെതിരായ ഒരു സാഹചര്യമുള്ളത്. ഇന്ന് ഈ മലയോര മേഖല റബ്ബർ കൃഷിയാണ് പ്രധാനമായിട്ടും. മലയോര മേഖലയിൽ കുടിയേറ്റക്കാരും റബ്ബർ കൃഷിക്കാണ് പ്രാധാന്യമുള്ളത്. ആ പ്രാധാന്യമുള്ള മേഖലയിൽ റബ്ബറാണ് പ്രധാനപ്പെട്ട കൃഷി. ആ മലയോര മേഖല ഇന്ന് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇതിന് ഉത്തരവാദികൾ ആരാണ് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് തക്ക സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി ഈ റബ്ബർ വിലയിടിവ് തടയാനും ഇറക്കുമതി നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിച്ചതെങ്കിൽ ഇത്തരം ഒരു സ്ഥിതി ഉണ്ടാവില്ല. അതിൻ്റെ ഭാഗമായി റബ്ബർ കൃഷിക്കാരിൽ വലിയ അതൃപ്തിയുണ്ട്. ആ അനുകൂല സാഹചര്യം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കും എന്ന അഭിപ്രായവും ഞങ്ങൾക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അസംബ്ലി ഇലക്ഷനെ ബാധിക്കില്ലെന്നാണ് UDF നിലപാട്. കോൺഗ്രസിലെയും മുന്നണിയിലെയും പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ട്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. കോങ്ങാട് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് DCC ജനറൽ സെക്രട്ടറി C. അച്യുതൻ പറഞ്ഞു. ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ജനറൽ ട്രെൻഡ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ വരുന്ന വോട്ടിംഗ് പാറ്റേൺ ആണ് അതിൻ്റെ ബേസ്. സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത്, കോൺഗ്രസ് പാർട്ടിക്കകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ചെറിയ ചില പാകപ്പഴകളും ചെറിയ ചില ബുദ്ധിമുട്ടുകളും ഗ്രാമപഞ്ചായത്ത് വാർഡ് തലങ്ങളിലൊക്കെ തന്നെ നേരിയ വോട്ടിന് പരാജയം സംഭവിച്ച് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ. നിശ്ചയമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംഘടനാപരവും രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഒരു ടീമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ താഴെ വോട്ട് നേടിയ BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. 9 പഞ്ചായത്തുകളിലായി 13 മെമ്പർമാർ BJPക്കുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നേറാമെന്ന കണക്കുകൂട്ടലിലാണവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,000-ഓളം വോട്ടിന് LDF മുന്നിലെത്തിയ മണ്ഡലമാണ് കോങ്ങാട്.
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കോങ്ങാട് മണ്ഡലത്തിൽ LDF നേടാനായത്. ഇത് നിലനിർത്തി മണ്ഡലം ഒപ്പം നിർത്താമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന് കണക്കുകൂട്ടി UDFും കച്ചകെട്ടുകയാണ്. സീറ്റ് നീക്കുപോക്കും സ്ഥാനാർത്ഥി നിർണയവുമായി പാർട്ടികളും മുന്നണികളും അനൌദ്യോഗികമായി അതിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവഗതികൾ നടക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കേരളം ഓരോ ദിവസവും ഏറ്റവും ശ്രദ്ധേയമായ തലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുകയും ചർച്ചയാവുകയും ചെയ്യും. ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയതും ഏറ്റവും വിശദവുമായ വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം.